ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി മിസ്സിങ് കംപ്ലയിൻറ്റ്. വണ്ടി ഓട്ടത്തിൽ പെട്രോൾ കിട്ടാത്ത പോലെ വണ്ടി മിസ്സിങ് പ്രോബ്ലം കാണിക്കാം. ആ നിലവിൽ നമുക്ക് അതിൻ്റെ B6 മോഡലായതുകൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സുകൾ വരുന്ന സമയത്ത് സെൻസർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റുകളാണെങ്കിൽ നമുക്ക് മീറ്ററിൽ അതിനകത്ത് വാർണിംഗ് ലൈറ്റായിട്ട് തെളിഞ്ഞു വരും. ഇത് അങ്ങനത്തെ കംപ്ലയിൻറ്റ്സുകളൊന്നുമില്ല, അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. വാർണിംഗ് ലാമ്പ് തെളിയോ അങ്ങനത്തെ വേറെ പ്രോബ്ലമൊന്നുമില്ല. പക്ഷേ വണ്ടി നല്ല രീതിയിൽ മിസ്സിങ് ഉണ്ട്. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് കംപ്ലയിൻറ്റ് വരാൻ രണ്ട് രീതിയിലാണ്. ഒന്ന് പെട്രോൾ സെക്ഷൻ, പെട്രോൾ കിട്ടാണ്ട് വരുമ്പോഴും മിസ്സിങ് പ്രോബ്ലം കാണിക്കാം. ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് കൊണ്ടും വരാം. ഇപ്പോൾ പെട്രോളിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്യൂൽ പമ്പിനകത്തൊരു ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോഴാണ് സാധാരണ രീതിയിൽ വരാം. അപ്പോൾ ഞാനതൊന്ന് അഴിച്ചു നോക്കി ഫിൽറ്റർ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഫിൽറ്ററിനുള്ളിൽ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട്. തന്നെയല്ല, നമുക്ക് ഫിൽറ്റർ ഏകദേശം ഒരു 20,000 കിലോമീറ്റർ കൂടുമ്പോൾ ഫിൽറ്റർ മാറ്റി കളയണം. പെട്രോൾ പമ്പിനകത്ത് വരുന്ന പെട്രോൾ ഫിൽറ്റർ, ഇതൊരു പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്. ഒരു 20,000 കൂടുമ്പോൾ മാറ്റി പുതിയത് വയ്ക്കണം. പിന്നെ വരാൻ സാധ്യത ഉള്ളത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്തൊരു ഫാൾട്ടായിട്ട് തോന്നിയത് ഈ HD പ്ലഗിലേക്ക് പോണ ഈ വയറാണ്. ഇതിനകത്ത് ചെറിയ വാല്യൂസ് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നം. അതായത് ഈ വരുന്ന കോയിൽ അസംബ്ലിയും അതിൻ്റെ പ്ലഗിൽ കണക്ട് ചെയ്യുന്ന ഈ അഡാപ്റ്ററും, ഈ രണ്ടായിട്ടും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മൊത്തം ചെയ്തേക്കുന്നത് 3 പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഹൈ ടെൻഷൻ കോയിൽ മാറ്റിയിട്ടുണ്ട്, പ്ലഗിൻ്റെ അഡാപ്റ്റർ മാറ്റിയിട്ടുണ്ട്, ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്. ഫ്യൂൽ പമ്പ് ഫിൽറ്റർ നമുക്ക് നിലവിൽ മാറ്റേണ്ട ടൈമാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പഞ്ഞി പോലെയൊക്കെ കയറി ലോക്ക് ആയിരിക്കണുണ്ട്. അപ്പോൾ അഴുക്കുണ്ട്, അത് മാറ്റേണ്ട ടൈം ആയതുകൊണ്ടാണ് ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ മാറ്റിയേക്കണേ. ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ളൊരു പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഈ ഐറ്റം മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ മാഗ്നറ്റിൻ്റെ ഉള്ളിലൊക്കെ പൊടി കയറിയിട്ട് ഈ കോയിൽ അസംബ്ലി സൈഡിൽ വന്ന കോയിൽ അസംബ്ലിയുടെ ഉള്ളിൽ പൊടി കയറി നല്ല രീതിയിൽ പൊടിയായിരുന്നു. ഞാനത് ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ വന്ന ഭാഗത്ത് കാണുന്നത് മൊത്തം സെൻസറുകളാണ്. അവിടെ ഓൾറെഡി പൊടി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാത്തൊരു കണ്ടീഷൻ വരും. അതിൻ്റെ പ്രശ്നം കൊണ്ടും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അത് ആ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അഴിച്ച് പൊടിയൊക്കെ കളഞ്ഞ് കറക്റ്റായിട്ട് റീസെറ്റ് ആക്കുന്നുണ്ട്. അതിൻ്റെ ജോയിൻറ്റ് ECU നിന്ന് പോകുന്ന ജോയിൻറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എൻ്റെ വല്ല ലൂസ് കോൺടാക്റ്റോ ക്ലാവോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ECUൻ്റെ ഒക്കെ ആണെങ്കിൽ ശരിക്കും അതിനകത്ത് കംപ്ലയിൻറ്റ് കാണിക്കും, വാർണിംഗ് ലാമ്പായിട്ട് കാണിക്കും. അങ്ങനെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എന്തെങ്കിലും തരുള്ളൂ. നിലവിൽ ആ കംപ്ലയിൻറ്റ് ഇവിടെ മാറിപ്പോകേണ്ടതാണ്. സ്വാഭാവികമായിട്ട് ആ കംപ്ലയിൻറ്റ് മാറേണ്ടതാണ്. ഇനി അഡീഷണലായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്കപ്പ് നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കയറ്റി ചെക്ക് ചെയ്തിട്ട് രണ്ടാമതൊന്ന് കയറ്റിയ മാഗ്നറ്റിൻ്റെ കോയിലും കൂടി നമ്മൾ വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓടിച്ചായിരുന്നു. ആ കോയിൽ അസംബ്ലിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പൊടി വരുമ്പോഴും ഈ പ്രശ്നം വരും എന്നതുകൊണ്ട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തേക്കൂടെ ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഉപയോഗിച്ച് നോക്കാം. കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാർണിംഗ് ലാമ്പായിട്ട് വരുന്നില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്താൽ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ സ്കാനറായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഫാൾട്ട് കോഡൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനത്തെ മാനുവലായിട്ടുള്ള ഭാഗങ്ങൾ ചെക്ക് ചെയ്യാനാണ് പറ്റുള്ളൂ. ആ രീതിയിൽ നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉപയോഗിച്ച് നോക്കാം. അതിൻ്റെ കണ്ടീഷനുകൾ ഉപയോഗിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ ഇട്ട് ലോക്കലൊക്കെ ഇട്ട് ഓടിച്ച് നോക്കി പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല. ഉപയോഗിച്ച് നോക്കിയിട്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്കപ്പിനായിട്ട് കയറ്റാം. 99% അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. പക്ഷേ 100% നമ്മൾ പറയില്ല, സെൻസർ മോഡൽ വണ്ടി ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.